Hello, welcome to market discussion of the day. Today, 30th of December 2025, Tuesday ആണ്. ഇയർ എൻഡിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് 30-ാം തീയതി, 30th ഓഫ് ഓഗസ്റ്റ്. ഉറപ്പായിട്ടും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഇയർ എൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉറപ്പായിട്ടും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് ഗോൾഡിൻ്റെ മാർക്കറ്റ് എവിടെ വരെ പോയി? 4549 വരെ മാർക്കറ്റ് എത്തിയിട്ട് ഇന്നലെ മാർക്കറ്റ് ഓൾമോസ്റ്റ് മാർക്കറ്റ് എവിടെ വരെ രാവിലെ പോയിട്ടുണ്ട്? വൈകുന്നേരം ആയപ്പോഴത്തേക്കും 4300 വരെ. ഓക്കെ, ഓൾമോസ്റ്റ് 2500 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായി. 2500 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളത്. അത് ബേസിക്കലി അത് എന്താണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ്? പ്രോഫിറ്റ് ബുക്കിംഗ്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് എന്താണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് നഷ്ടപ്പെട്ടു, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്തിട്ട് ഹെഡ്ജിലൊക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒക്കെ പറയുകയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഞാൻ എടുത്തു പറഞ്ഞത് ഇന്നത്തെ ദിവസം റിസ്കിയാണ്, മാർക്കറ്റ് ഇറങ്ങുന്നത് റിസ്കിയാണ്. സപ്പോസ് നിങ്ങളുടെ ലെവൽസിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ റീസണും ഇത് തന്നെയാണ്. സോ ഇന്നും ഡേഞ്ചറസ് ഡേ ആണ്, മാർക്കറ്റ് ഇയർ എൻഡ് ആണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇട്ട് തന്നെ ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ദിവസം പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 പാർട്ട് 1 to പാർട്ട് 5 ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി 2 പാർട്ടും കൂടെ വരാനായിട്ട് കിടപ്പുണ്ട്. അത് ഈ ഒരു വീക്കെൻഡോട് കൂടി അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും, ഒരു ബേസിക് ലെവലിൽ പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പാർട്ട് 1 to പാർട്ട് 5 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, കണ്ടിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം പറയുക. പല ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മുടെ ഫണ്ടമെന്റൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉള്ളത് FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ്. രാത്രി 7 മണിക്കാണ് ഇന്ത്യൻ ടൈമിംഗ്, രാത്രി 12:30 മണിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടിട്ട് തന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇന്ത്യൻ ടൈമിങ്ങിൽ ഒരു US സെഷനൊക്കെ ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം ഉറപ്പായിട്ട് FOMC മിനിറ്റ് വരുന്നത് കൊണ്ടിട്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം, ഇയർ എൻഡ് ആണ്. സോ ഇന്നത്തെ ദിവസത്തോടെ നമ്മൾ ഈ വർഷത്തെ ട്രേഡ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ആൾക്കാരും ട്രേഡ് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് ഡേഞ്ചറസ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഇന്ന് രാത്രി 12:30 മണിക്ക് ഉറപ്പായിട്ടും വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഉറപ്പൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. അതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും നമ്മളുടെ ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കറാണ്. ഞാൻ എല്ലാ ദിവസവും സ്റ്റാർ ട്രേഡറിൻ്റെ എന്താ പറയുക കമ്പനിയുടെ പ്രൊഫൈലും റെഗുലേഷൻസും എല്ലാം ഞാൻ പറയുന്നുണ്ട്. UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ് റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIC റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. ഓക്കെ, സോ യൂറോപ്യൻ ക്ലയൻസിന് എന്താ പറയുക ആദ്യത്തെ $1000 100% ബോണസ്, അതായത് 1000 ഇട്ടാൽ 2000 കിട്ടും. അതിൻ്റെ മുകളിൽ 1000-ന് മുകളിൽ എത്ര ഇട്ടാലും അതിൻ്റെ 20% ബോണസും എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് നമുക്ക് തരികയും ചെയ്യും. ആ ബോണസ് വെച്ച് നമുക്കൊരു എക്സ്ട്രാ ലോട്ട് എടുക്കാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് GBP USD-ലൊക്കെ അല്ലെങ്കിൽ യൂറോ USD-ലൊക്കെ നല്ല പൊസിഷൻസ് കിട്ടുകയാണെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് എടുത്തിടാനായിട്ട് പറയുന്നുണ്ട്. ആ ബോണസ് വെച്ച് നിങ്ങളൊരു ലോങ്ങർ ടേമിലോട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ മേടിച്ചിടുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസ് വന്നിട്ട് നമുക്ക് ഡിസംബർ 31, 2025 വരെയുള്ളൂ. അതിന് മുന്നേട്ട് അത് നാളെ വരെയുള്ളൂ. അതിന് മുന്നേയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു ബോണസ് സ്കീം കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ $500 50%, ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കിട്ടുന്നതും എന്നുകൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്.
ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റ് ടെക്നിക്കൽ സൈഡ്, നമ്മളുടെ JPY USD JPY നിന്ന് തുടങ്ങാം. USD JPY 155.851 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ നമ്മൾ 156 അവിടുന്ന് ബൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും മാർക്കറ്റ് ഒരു ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ഒന്നും കാണിക്കുന്നില്ല. നമുക്കൊരു ലോവർ പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ 155.50 155.60 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 155.30 എവിടെയൊക്കെ ഒരു 20 to 30 പിപ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് JPY പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ വലിയ മൂവ്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല. ഓക്കെ, ബേസിക്കലി 156 എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു, ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയി നമ്മളുടെ ലെവൽസിൽ, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ലോങ്ങർ ടേം ലെവൽ എന്ന് പറയുന്നത് ഒരു 152 റേഞ്ച് അല്ലെങ്കിൽ ഒരു 150 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അത് മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ മാർക്കറ്റ് വീണ് നമ്മളുടെ പ്രോപ്പർ ലെവൽസിൽ മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോയി ഒരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് അത് ആ ഒരു പ്രോഫിറ്റ് എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 155.50 അവിടെ 155.60 അവിടുന്ന് ബൈ 155.30 അവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ്. ഓക്കെ, ടൈറ്റായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക്. അല്ലാത്ത ആൾക്കാർക്ക് ലോങ്ങർ ടേമിൽ പറയുകയാണെങ്കിൽ ഒരു 152 ലെവൽ 150 ലെവലിലാണെങ്കിൽ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഒരു മാസം കൊണ്ടൊക്കെ ഇത് 162 എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ യൂറോ USD വരുമ്പോൾ യൂറോ 1.1742 വന്ന് നിൽക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 1.1800 അവിടെ നിന്നുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ്. അത് തന്നെയാണ് ഇന്നും പറയാനായിട്ടുള്ളത്. 1.1800 അവിടെ നിന്നുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.1800 അവിടുന്ന് സെൽ എടുക്കുന്ന ആൾക്കാർ 1.1860 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് പോകണം. ലോങ്ങർ ടേമിലുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പൊസിഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് എൻജോയ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു GBP USD 1.35197 നിൽക്കുന്നു. ഓക്കെ, സോ GBP ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി 1.3400 അവിടെ നിന്നൊക്കെ അല്ലെ 1.3460 അവിടെ നിന്നൊക്കെ ബൈ ആണ്. അതും എത്തിയിട്ടില്ല, ആ ലെവലും എത്തിയിട്ടില്ല. മാർക്കറ്റ് ഭയങ്കര ചെറിയ മൂവ്മെന്റ് ആണ് GBPയിലും യൂറോയിലും JPYയിലും ഒക്കെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മൂവ്മെന്റും കൂടെ ഗോൾഡിലാണ് ഉണ്ടായത് അല്ലേ. സോ അവിടെ ആ ഒരു ലെവൽസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇന്നും നമുക്ക് 1.3600 1.3500 അവിടുന്ന് ബൈ ചെയ്യാം. ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഈ ഓപ്പർച്യൂണിറ്റി ഒറ്റ ദിവസത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി, അതുകൊണ്ടാണ് ടൈറ്റായിട്ട് 30 പിപ്പിന്റെ 40 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അതാണ് GBPയിലുള്ള 1.3450 അവിടെ നിന്നുള്ള ബൈ ഓപ്പർച്യൂണിറ്റി. 1.3460 ആ റേഞ്ചിൽ നിന്ന് ബൈ എടുക്കുക. ഓക്കെ, 30 പിപ്പ് 40 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുക. ലോങ്ങർ ടേമിലോട്ടാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 1.3300 1.3200 ഈ രണ്ട് ലെവൽസിൽ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നമുക്കറിയാം ഇന്നലെ ഓൾമോസ്റ്റ് 2500 പിപ്പിന്റെ മൂവ്മെന്റ്, $250 മൂവ്മെന്റ് ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. ഇന്നും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ നമ്മുടെ ലെവൽസ് ഒന്നും വർക്കായിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞൊരു ലെവൽ ഉണ്ടായിരുന്നു 4430 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 4430 വരെ മാർക്കറ്റ് 36 33 വരെയൊക്കെ മാർക്കറ്റ് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒരു 62 ആ 30 റേഞ്ചിൽ എടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്. 30 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 67 വരെ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു $30-35 പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ ലെവൽ അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ശേഷമാണ് ആക്ച്വലി മാർക്കറ്റ് താഴോട്ട് പോയതും.
സോ ബേസിക്കലി അവിടുന്ന് ടേക്ക് പ്രോഫിറ്റ് വെക്കാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കാത്തതുകൊണ്ട് കുറേ പേരുടെ പൈസയും പോയിട്ടുണ്ടാവും അല്ലേ. സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള നമ്മുടെ ലെവൽസ് ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ വർക്ക് ആവാത്തതിൻ്റെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ 4430 അവിടെ പ്രോപ്പറായിട്ട് അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ അത് ഒരുപാട് നേരം സസ്റ്റെയിൻ ചെയ്തില്ല. മാർക്കറ്റ് 2-3 1 അവർ ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഡംപായി. ഓൾമോസ്റ്റ് ഒരു 3 ക്യാൻഡിൽ കൊണ്ടിട്ട് ഓൾമോസ്റ്റ് വീണ്ടും ഒരു $150 മൂവ്മെൻറ്റ് വീണ്ടും താഴോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു അല്ലേ. സോ ഇന്നും നമുക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ഇന്ന് നമുക്ക് നമ്മളുടെ ലെവൽസിൽ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ ലെവൽസിൽ വന്ന് കിട്ടി ഓൾമോസ്റ്റ് ഒരു 4330 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്തു പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. 4430 ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. കാരണം 4330 താഴെയായിട്ട് ഒരൊറ്റ ക്യാൻഡിൽ മാത്രമേ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി പോലും 4330 താഴെയായിട്ട് ഒരൊറ്റ ക്യാൻഡിൽ മാത്രമേ 4 അവറിൽ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ 30 പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 30 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോയിക്കോ. പക്ഷേ സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡായിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് ഇന്നലെ പോയ ലോയുടെ താഴെയായിട്ട് ഒരു $5 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, പിന്നീട് ഇന്ന് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ 1:1.5 പോലും എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ 1:1 റേഷ്യോയിലാണെങ്കിലും നമുക്ക് ആ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോയാൽ മതി ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഹൈ റിസ്കി ഡേയ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഇന്ന് ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഇനിയിപ്പം 30 അവിടെ കിട്ടിക്കഴിഞ്ഞാലും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മളുടെ ഇന്ന് വൈകുന്നേരം 6:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഒരു വലിയൊരു ന്യൂസ് FOMC മിനിറ്റ്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, FOMC മീറ്റിംഗ് മിനിറ്റ്സിൻ്റെ ആ ഒരു ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും അത് ആ ഒരു സമയം നമ്മൾ അതിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടത്. വളരെ റിസ്കി ഡേയ്സ് ആണ് ഇനി കടന്നു പോകുന്നത്. ഇനി നമുക്കൊരു 2-ാം തീയതിക്കൊക്കെ ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ വീക്കൊക്കെ ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡ് എടുക്കണം. അത് മണിച്ചൊന്നും നിൽക്കേണ്ട, പക്ഷെ ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് എടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതിന് മുന്നേയായിട്ട് ഒറ്റ കാര്യം കൊണ്ട്, ഗോൾഡിലുള്ള നമ്മുടെ ലോങ്ങർ ടേം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3980 ആണ്. ഓക്കെ, സോ 3980 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാലും തെറ്റില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ GBP USD ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 1.3300 അവിടെ ഓർഡർ ഇട്ട് വെച്ചോ കുഴപ്പമില്ല. ഗോൾഡിൽ 3980 ഓർഡർ ഇട്ട് വെച്ചോ കുഴപ്പമില്ല. JP ബൈയിൽ 152 ഓർഡർ ഇട്ട് വെച്ചോ കുഴപ്പമില്ല. യൂറോ USD 1.1500 ഓർഡർ ഇട്ട് വെച്ചോ കുഴപ്പമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ഓക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഗോൾഡിലൊക്കെ മിനിമം ഒരു $30 മുകളിലായിട്ട് വെക്കണം. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ. ഈ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ മിനിമം കുറച്ച് ഇപ്പോൾ GBP USD ഒക്കെ ഒരു 150 പിപ്സ് 150 പിപ്പിൻ്റെയൊക്കെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഓർഡർ ഇട്ട് വെക്കാവുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഓർഡർ പോലും ഇട്ട് വെക്കരുത് എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾ തന്നെ റിസ്ക് എടുക്കേണ്ടി വരും. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.